നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേ. അർത്ഥശാസ്ത്രമിദം പുണ്യം ധർമ്മശാസ്ത്രമിദം പരം മോക്ഷശാസ്ത്രമിദം പ്രോക്തം വ്യാസേനാമിതബുദ്ധിനാ. നമസ്കാരം പ്രിയമുള്ളവരെ, ഗീതാഭാരതത്തിൻ്റെ ഇന്നത്തെ ക്ലാസ് ആരംഭിക്കുകയാണ്. ശ്രീമദ് ഭഗവത്ഗീതയെ ഭഗവാൻ വേദവ്യാസൻ കഥാരൂപത്തിൽ നമുക്ക് പകർന്നു തന്നതാണ് ശ്രീ മഹാഭാരതം. അതാണ് നമ്മുടെ ചർച്ചയുടെ വിഷയം. ഭഗവത്ഗീതയിലെ ദൈവാസുര സമ്പദ് വിഭാഗയോഗം, അതാണ് ഏറ്റവും പ്രധാനമായിട്ടും നാം അറിയേണ്ടതായ ഗീതാ ഹൃദയം. അതറിഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയെല്ലാം നമുക്ക് എളുപ്പത്തിൽ ഉൾക്കൊള്ളാനാകും. അതാണ് നാം ഇപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഭഗവാൻ വേദവ്യാസൻ ദൈവീ സമ്പത്തുള്ള ധാരാളം കഥാപാത്രങ്ങളെയും ആസുരീ സമ്പത്തുള്ള കഥാപാത്രങ്ങളെയുമൊക്കെ നമ്മുടെ മുന്നിൽ അവതരിപ്പിച്ചു. ദൈവീ സമ്പത്തിൻ്റെയും ആസുരീ സമ്പത്തിൻ്റെയും പല പ്രകാരത്തിലുള്ള കൂടിക്കലരലുകൾ വ്യാസന്റെ കഥാപാത്രങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും. ഭാരതീയ മനഃശാസ്ത്രത്തെ ആസ്പദമാക്കിക്കൊണ്ടാണ് ആ കഥാപാത്രങ്ങളെല്ലാം തന്നെ അദ്ദേഹം ശില്പം ചെയ്തു വച്ചിരിക്കുന്നത്. അങ്ങനെ ദൈവീ സമ്പത്ത് എന്തെന്ന് അറിയാൻ വേണ്ടിയിട്ട് ദൈവാസുര സമ്പദ് വിഭാഗയോഗത്തിൽ അദ്ദേഹം ദൈവീ സമ്പത്തിൻ്റെ പ്രത്യേകതകൾ പറയുന്നത് നാം പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അഭയം, സത്വസംശുദ്ധി, ജ്ഞാനയോഗ വ്യവസ്ഥിതി, ദാനം, ദമശ്ച യജ്ഞശ്ച, സ്വാധ്യായ, തപ ആർജവം, ഇതെല്ലാം ദൈവീ സമ്പത്തിൻ്റെ സവിശേഷതകളാണ്. മോക്ഷകാരണമായി നിൽക്കുന്നത് ഈ സവിശേഷതകളാണ് എന്ന് നാം അറിയണം. ദൈവീ സമ്പത്തിനെ വളർത്തിക്കഴിഞ്ഞാൽ ക്ഷേമ ഐശ്വര്യങ്ങൾ ഭൂമണ്ഡലത്തിലെ ജീവിതത്തിലുമുണ്ടാകും എന്ന് മാത്രമല്ല, ജീവിതത്തിൻ്റെ പരമലക്ഷ്യമായിരിക്കുന്ന ബ്രഹ്മസാക്ഷാത്കാരത്തിലേക്ക് നമുക്ക് വളരെ വേഗത്തിൽ ഉയർന്നു ചെല്ലുവാനും സാധിക്കും. നാം ഈ ദൈവീ ലക്ഷണങ്ങളിൽ പലതും ഇതിനകം പഠിച്ചു കഴിഞ്ഞു. വിവിധങ്ങളായ കഥാപാത്രങ്ങളിലൂടെയും കഥാസന്ദർഭങ്ങളിലൂടെയും. ഇനി നമുക്ക് പഠിക്കേണ്ടത് സ്വാധ്യായമാണ്. അത് ദൈവീ സമ്പത്തിൽ പ്രമുഖമാണ്. സ്വാധ്യായം എന്നുള്ളത് വേദാഭ്യസനം. ഋക്കും യജസ്സും സാമവും അധർവവുമാണ് വേദങ്ങൾ എന്ന് മാത്രമല്ല, ഈ പ്രപഞ്ചത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന എല്ലാ അറിവുകളും വേദം എന്നുള്ള ആ പവിത്രമായിരിക്കുന്ന വാക്കിൻ്റെ അർത്ഥത്തിനുള്ളിൽ പെടും. വേദമെന്ന് പറഞ്ഞാൽ ജ്ഞാനം, അറിവ് എന്നാണ് അർത്ഥം. അതുകൊണ്ട് എല്ലാ ജ്ഞാനവും, അത് ഭൗതികമാകട്ടെ, ഭൗതിക അതീതമാകട്ടെ, അധ്യാത്മമാകട്ടെ, എല്ലാം വേദമെന്നുള്ള വാക്കിനകത്ത് പെടും എന്ന് മാത്രമല്ല, അല്പം നാം മനസ്സുവെച്ച് പഠിച്ചു കഴിഞ്ഞാൽ ഏതൊരു ശാസ്ത്രവും, നമ്മുടെ മനസ്സ് ഇന്നോളം വികസിപ്പിച്ചിട്ടുള്ള ഏതൊരു ശാസ്ത്രവും വേദത്തിൻ്റെ പരിധിക്കുള്ളിൽ പെടും. ഋക്ക് സാമ അധർവങ്ങളുടെ ഉള്ളിൽ പെടും എന്ന് നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാവുകയും ചെയ്യും. അങ്ങനെയുള്ള വേദങ്ങളുടെ അഭ്യസനം, അതാണ് സ്വാധ്യായം. അത് ദൈവീ സമ്പത്താണ്. നാം ഭൂമിയിൽ കുഞ്ഞുങ്ങളായിട്ട് ജനിച്ചു കഴിഞ്ഞാൽ ഈ ജീവിതം എന്താണ് എന്ന് നാം പഠിക്കണമല്ലോ, അറിയണമല്ലോ.
എങ്ങനെ ജീവിക്കണം എന്ന് അറിയണമല്ലോ. ഏതെല്ലാം പ്രകാരത്തിൽ ചിന്തിക്കണം, ഏതെല്ലാം പ്രകാരത്തിൽ മറ്റ് ജീവരാശിയെ കാണണം, ഏതെല്ലാം പ്രകാരത്തിൽ മറ്റ് ജീവരാശികളോടൊപ്പം പെരുമാറണം എന്നൊക്കെ നന്നായി അറിയണമല്ലോ. ഏതൊക്കെയാണ് പാടില്ലാത്തത് അതും അറിയണമല്ലോ. അങ്ങനെ അറിഞ്ഞാൽ മാത്രമേ ജീവിതത്തെ ധന്യമായ പന്ഥാവിലൂടെ മുന്നോട്ട് നയിക്കാനായിട്ട് നമുക്ക് സാധിക്കൂ. അതിനാൽ അഭ്യസനം എന്നുള്ളത് മനുഷ്യജീവിതത്തിൽ ഉത്കർഷത്തിന് വേണ്ടിയിട്ട് ഏറ്റവും അത്യന്താപേക്ഷിതമാണ്. അത് ദൈവീ സമ്പത്താണ്. അതുകൊണ്ട് ദൈവീ സമ്പത്ത് വളരുകയും ചെയ്യും. നേരത്തെ നാം പഠിച്ചു കഴിഞ്ഞ ദൈവീ സമ്പത്തുകളും ഇനി പഠിക്കാൻ പോകുന്ന ദൈവീ സമ്പത്തുകളുമെല്ലാം വളർന്ന് വികസിച്ച് ഫലപ്രദമായി മാറണമെങ്കിൽ സ്വാധ്യായം എന്നുള്ളതായ ദൈവീ സമ്പത്ത് നാം നമ്മുടെ എല്ലാ ശക്തിയും പ്രയോഗിച്ച് വേണ്ടും വിധം നേടിയാലേ സാധിക്കൂ. അതുകൊണ്ട് വളരെയേറെ പ്രധാനമാണിത്. സ്വാധ്യായത്തിൻ്റെ ഭിന്നങ്ങളായിട്ടുള്ള മുഖങ്ങൾ ഈ മഹാഭാരത ഇതിഹാസത്തിനകത്ത് വ്യാസഭഗവാൻ പല പ്രകാരത്തിൽ പല കഥാപാത്രങ്ങളിലൂടെ കഥാസന്ദർഭങ്ങളിലൂടെ വ്യക്തമായിട്ട് ആവിഷ്കരിച്ചു വച്ചിട്ടുണ്ട്. ആ കൂട്ടത്തിൽ വെച്ച് ഏറ്റവും സാത്വികമായിട്ടുള്ള സ്വാധ്യായം അതാണ് നാം ഇവിടെ ആദ്യമായിട്ട് പഠിക്കാൻ പോകുന്നത്. അതിൻ്റെ സ്വാധ്യായത്തിൻ്റെ പൂർണ്ണത, അതുകൊണ്ട് കൈവരുന്നതായ പരമമായിരിക്കുന്ന ബ്രഹ്മാനുഭവം, അതാണ് നമുക്ക് ആദ്യം പഠിക്കേണ്ടത്. ബാക്കിയെല്ലാം അതിന് താഴെ പല ഇടങ്ങളിലായിട്ട് വിവിധ വ്യക്തികളുടെ സ്വഭാവത്തിന് അനുരൂപമായിട്ട് നിലനിൽക്കുന്നു. സ്വാധ്യായത്തിൻ്റെ ഏറ്റവും ഉത്തമമായ ഉദാഹരണമാണ് വ്യാസഭഗവാന്റെ പുത്രനായിരിക്കുന്ന ശുകബ്രഹ്മർഷി. അദ്ദേഹത്തിൻ്റെ വിദ്യാഭ്യാസക്രമം വളരെ വ്യക്തമായിട്ട് ശാന്തിപർവത്തിനകത്ത് നമുക്ക് വ്യാസഭഗവാൻ കേൾപ്പിച്ചു തന്നിട്ടുണ്ട്. അതാണ് നാം ഇപ്പോൾ പഠനവിധേയമാക്കുന്നത്. വ്യാസഭഗവാന്റെ പുത്രനാണ് ശുകബ്രഹ്മർഷി. അദ്ദേഹം വ്യാസഭഗവാൻ അഗ്നി യജ്ഞത്തിന് വേണ്ടിയുള്ള അഗ്നി നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ട് അരണി കടയുന്ന അവസരത്തിലാണ് ആ അരണീഗർഭത്തിൽ നിന്നിട്ടാണ് ജനിക്കുന്നത്. പരമർഷിർ മഹായോഗി അരണി ഗർഭസംഭവ. വ്യാസൻ മഹാഭാരതത്തിലെ ശാന്തിപർവത്തിൽ അതിൻ്റെ 324 അധ്യായത്തിൽ ശുകബ്രഹ്മർഷിയുടെ ജനനം ഇങ്ങനെ വർണ്ണിച്ചിരിക്കുന്നു. പഴയകാലത്തെ യജ്ഞവേദിയിൽ അഗ്നി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അരണി കടയും. അരണി ഒരു വൃക്ഷമാണ്, അതിൻ്റെ തടി കടയും. അങ്ങനെയാണ് അഗ്നി ഉണ്ടാക്കുന്നത്. ഇന്നും യജ്ഞകർമ്മങ്ങൾക്ക് അരണി തന്നെ കടഞ്ഞ് അഗ്നി ഉണ്ടാക്കണം. എന്തുകൊണ്ടെന്നാൽ അത് വലിയ വലിയ അർത്ഥതലങ്ങൾ നമ്മുടെ ഹൃദയത്തിലേക്ക് കൊണ്ടുവരുന്നു. ബ്രഹ്മാനുഭവത്തിന് വേണ്ടിയിട്ടുള്ള അത്യധികം ഏകാഗ്രമായിരിക്കുന്ന തപശ്ചര്യയാണ് ഈ അരണി കടയൽ. അങ്ങനെയുള്ളൊരു മഹായോഗിയുടെ ബ്രഹ്മാനുഭവത്തിനായുള്ള ആ ധ്യാന സമാധിയിൽ അദ്ദേഹത്തിന് ലഭിച്ച സന്താനമാണ് ശുകബ്രഹ്മർഷി. അതുകൊണ്ടാണ് ശുകബ്രഹ്മർഷി ആ തരത്തിലുള്ളയാളായി തീർന്നത്. സമസ്ത ജീവരാശിയും പരമാത്മാവിൽ നിന്നിട്ടാണ് യാത്ര ആരംഭിച്ചത്. ജനിമൃതികളിലൂടെയുള്ള ഈ സുദീർഘമായിട്ടുള്ള ജീവിത സംഭവങ്ങളുടെ പരമ്പര ആരംഭിച്ചത്. പലതവണ നമ്മൾ ഇക്കാര്യം ചർച്ച ചെയ്തിട്ടുള്ളതുമാണ്. അങ്ങനെയുള്ളതായ യാത്രയിൽ പലരും വളരെ വേഗത്തിൽ പരമലക്ഷ്യത്തിലേക്ക് നടന്നു ചെല്ലും. അത് പറന്നു ചെല്ലുന്നതിനേക്കാളും വേഗത്തിലുമായിരിക്കും. പലരും ഭൗതികമായിട്ടുള്ള താല്പര്യങ്ങളിൽ കുടുങ്ങിയിട്ട് ഏറെ അങ്ങുമിങ്ങും കറങ്ങി നടന്ന് അവസാനം വിവിധങ്ങളായ അനുഭവങ്ങളിലൂടെ ആയിരം ജന്മങ്ങളിലൂടെ നേടിയ വിവിധങ്ങളായ അനുഭവങ്ങളിലൂടെ
ഭൗതികതയുടെ നശ്വരത ബോധ്യപ്പെട്ടിട്ട് പിന്നെ ആ അനശ്വരമായിരിക്കുന്ന സ്വസ്വരൂപത്തിലേക്ക് യാത്ര ആരംഭിക്കും. അതുകൊണ്ട് പൊതുവിൽ ഇത്തരം യാത്രകൾക്ക് ശുഖമാർഗമെന്നും പിപീലികാമാർഗമെന്നും എല്ലാം വേദാന്തചാരികൾ പറയാറുണ്ട്. ശുഖമാർഗം അത് ശുഖത്തിൻ്റെ, അതായത് തത്തയുടെ മാർഗമാണ്. ഒരു വൃക്ഷത്തിലിരിക്കുന്ന തത്ത ഇനി തനിക്ക് പോകേണ്ടതായിട്ടുള്ള ലക്ഷ്യം നിർണയിക്കുന്നു. അങ്ങനെ നിർണയിക്കുന്നതിന് പല മാനദണ്ഡങ്ങൾ അതിനുണ്ട്. അതനുസരിച്ചിട്ട് നിശ്ചയിച്ചു കഴിഞ്ഞാൽ പിന്നെ വളരെ വേഗത്തിൽ ഋജുവായ രേഖയിലൂടെ ആ ലക്ഷ്യത്തിലേക്ക് പറന്നത് പോകും. അവിടെ തന്നെ ചെല്ലും. വഴി എങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങില്ല. അങ്ങനെയുള്ള നേരിട്ട് ലക്ഷ്യത്തിലേക്കുള്ള വളരെ വേഗത്തിലുള്ള യാത്ര, അതാണ് സുഖമാർഗം. പല ആളുകളും പല തപസ്വികളും അനേക ജന്മങ്ങളിലൂടെ നേടിവെച്ചിരിക്കുന്ന തപസ്സിദ്ധിയുടെ ഫലമായിട്ട് പരമലക്ഷ്യത്തെ മനസ്സിലാക്കിയിട്ട് സുഖമാർഗത്തിലൂടെ നേരിട്ട് ആ പരമലക്ഷ്യത്തിലേക്ക് പറന്നു പോകും. എന്നാൽ വളരെയേറെ ജീവന്മാര് പിപീലിക മാർഗത്തിലാണ്. നമുക്കറിയാം പിപീലിക ഉറുമ്പുകൾ ഒരു സ്ഥലത്ത് നിന്നിട്ട് വേറെ സ്ഥലത്തേക്ക് പോകുമ്പോൾ മരങ്ങളിലെല്ലാം ഉറുമ്പുകൾ കൂട്ടം കൂട്ടമായിട്ട് സഞ്ചരിക്കുന്നത് കാണാം. അതേപോലുള്ള മണ്ണിലും തറയിലും ഒക്കെ അത് സഞ്ചരിക്കുന്ന കാണാം. കൂട്ടമായിട്ടുള്ള ആ യാത്രയിൽ കുറേ എണ്ണം മുന്നോട്ട് പോകും. ആ പോയതവ അവിടെ നിന്നിട്ട് തിരിച്ച് പല വഴിയിൽ കൂടി ഇടതോട്ടും വലതോട്ടും ഒക്കെ സഞ്ചരിക്കും. പിന്നെ ആദ്യം എവിടെ നിന്നിട്ട് പുറപ്പെട്ടോ അങ്ങോട്ട് മടങ്ങി വരും, വീണ്ടും അങ്ങോട്ട് പോകും. ഇങ്ങനെ കൃത്യമായ ലക്ഷ്യബോധമില്ലാതെ ആഗ്രഹിക്കുന്ന വസ്തുവിനെ സർവത്ര തിരഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടന്ന് ഒരടി മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് അത് ഒരു 500 അടി അവിടെ മുഴുവൻ കറങ്ങും. ഇങ്ങനെ ഏറെക്കാലത്തെ ലക്ഷ്യബോധമില്ലാതുള്ള പരിശ്രമത്തിലൂടെ അവസാനം അത് ലക്ഷ്യത്തെ ഉറപ്പിച്ച് അങ്ങോട്ട് ചെല്ലുന്നു. ഇതാണ് പിപീലികാ മാർഗം. ഇങ്ങനെ 2 പ്രകാരത്തിലും സഞ്ചരിക്കുന്ന ജീവന്മാരെ നമുക്ക് ഈ ലോകത്തിൽ കാണാം. പിപീലികാ മാർഗത്തിലൂടെ സഞ്ചരിച്ച് തെറ്റ് ബോധ്യപ്പെടുമ്പോഴാണ് പിന്നെ മനസ്സിനെ ഉറപ്പിച്ച് സുഖമാർഗം തേടാനുള്ള കരുത്ത് അനേക ജന്മങ്ങളിലെ തപസ്സിദ്ധി കൊണ്ട് നേടിയിട്ട് പിന്നെ സുഖമാർഗത്തിലൂടെ പറന്നു പോവുക. അങ്ങനെ വ്യാസന് ജനിച്ച ഈ പുത്രൻ, അദ്ദേഹത്തിന്റെ പേര് ശുകൻ എന്ന് തന്നെയാണ്. അനേക കാരണങ്ങളുണ്ട്, അതിലൊന്ന് ഇത് തന്നെയാണ്. സുഖമാർഗത്തിലൂടെ പരമലക്ഷ്യത്തിലേക്ക് പോകുന്നയാളാണ് അദ്ദേഹം. ആ ശുകൻ എന്നു പേരായ ആ ജീവൻ അതിനു മുമ്പുള്ളതായ അനേക ജന്മങ്ങളിലൂടിയിട്ട് വേദ ജ്ഞാനം നേടി പരമമായിരിക്കുന്ന ജീവ ലക്ഷ്യം തിരിച്ചറിഞ്ഞു കഴിഞ്ഞിട്ട് അവിടേക്ക് എത്താൻ വേണ്ടിയിട്ട് വളരെ വേഗത്തിൽ സുഖമാർഗത്തിലൂടെ ഇങ്ങനെ പ്രയാണം ചെയ്യുകയാണ്. ആ പ്രയാണത്തിൽ അവസാനം മോക്ഷപദത്തിൽ എത്തുന്ന ആ ജന്മം, അതാണ് ഇവിടെ സംഭവിക്കുന്നത്. അദ്ദേഹം ഇനി മോക്ഷപദത്തിലേക്ക് വളരെ പെട്ടെന്നെത്തും. അതുവരെയുള്ളതായ യാത്രയെല്ലാം പൂർണ്ണമാക്കി, അതുവരെ നേടേണ്ട ജ്ഞാനാദികളെല്ലാം പൂർണ്ണമാക്കി കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെ അത്യധികം ഉദാത്തമായ സ്ഥാനത്ത് എത്തിയ ശുദ്ധ സാത്വികതയുടെ ഉപരിമണ്ഡലങ്ങളിലെത്തിയ ശുകൻ, അദ്ദേഹത്തെ ബ്രഹ്മർഷി എന്നാണ് നാം പറയുക. എന്താ, അദ്ദേഹം ബ്രഹ്മത്തെ, പരമാത്മാവിനെ അനുഭവിച്ച് അറിഞ്ഞയാളാണ്. അങ്ങനെയുള്ള ശുഖബ്രഹ്മർഷി വ്യാസന് പുത്രനായി ജനിച്ചു. എപ്പോൾ വ്യാസൻ തന്റെ തപസ്സമാധിയിൽ ആ പരമാത്മാവിനെ തന്നെ, ആ പരമാത്മാവാകുന്ന അരണിയുണ്ട് കടയുന്ന അവസരത്തിൽ ആ പരമാത്മാവിനെ പ്രത്യക്ഷമായിട്ട് അനുഭവിച്ചറിയുന്ന അവസരത്തിൽ ആ ബ്രഹ്മാനുഭൂതിയിൽ നിന്ന് അവതരിച്ചയാളാണ് പൂർണ്ണ ബ്രഹ്മാനുഭവത്തിലേക്ക് പറന്നെത്തുവാനുള്ള തന്റെ അവസാനത്തെ ജന്മം സ്വീകരിച്ച, ശരീരം സ്വീകരിച്ച ആ ബ്രഹ്മർഷി.